സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിൻ്റെയും pH വാല്യൂ നോക്കുക, അതിൻ്റെ കണ്ടൻറ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മളുടെ ഇഷ്ടപ്പെട്ട പല സോപ്പുകളുടെയും pH വാല്യൂ 10 മുകളിലാണ്. ഒരു 4 താഴെ വരേണ്ട pH വാല്യൂ 10, 11 ഒക്കെയാണ്. സ്കിന്നിൽ എന്തെങ്കിലും വന്നാലും ഡ്രൈനെസ് വന്നാലും എണ്ണ തേക്കുക എന്ന് പറഞ്ഞു. ഈ എണ്ണ സഹായിക്കുന്നുണ്ടോ ശരിക്കും? പൊതുവേ മലയാളികൾ സോപ്പ് വാങ്ങിക്കുന്നത് ഒന്നില്ലെങ്കിൽ മണം അല്ലെങ്കിൽ അതിൻ്റെ ടെക്സ്ചർ എന്തെങ്കിലും കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും. യഥാർത്ഥത്തിൽ മലയാളികൾ സോപ്പ് ഉപയോഗിക്കുന്ന രീതി ശരിയാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. മലയാളി മണം നോക്കും, പിന്നെ ഈ പറഞ്ഞതുപോലെ അത് വില നോക്കും, പിന്നെ മൂന്നാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് നടനാണ് ഏത് നടിയാണ് ഈ ബ്രാൻഡ് എൻഡോസ് ചെയ്യുന്നത് എന്ന് നോക്കും, അല്ലേ? ശരിക്കും മനുഷ്യൻ്റെ ശരീരം തൊലി സ്കിൻ അസിഡിക് നേച്ചറാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ pH വാല്യൂ കുറഞ്ഞ സോപ്പുകൾ എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മളുടെ ഇഷ്ടപ്പെട്ട പല സോപ്പുകളുടെയും pH വാല്യൂ 10 മുകളിലാണ്. ഒരു 4 താഴെ വരേണ്ട pH വാല്യൂ 10, 11 ഒക്കെയാണ്. പേരെടുത്ത് ഒരു ബ്രാൻഡിൻ്റെയും പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വളരെ നന്നായി നല്ലതാണ് എന്നൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളതാണ് എന്ന് വിശ്വസിക്കുന്ന പല ബ്രാൻഡുകളുടെയും നിങ്ങൾക്ക് തന്നെ കാണാൻ കേട്ടോ. ഞാൻ പറയുന്നത് ആ കവറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാലും ഓരോ സോപ്പിൻ്റെ pH വാല്യൂ അറിയാൻ പറ്റും. അല്ല ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന പോലെ ചില സോപ്പുകൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള pH മെയിൻറ്റെയിൻ ചെയ്യുന്ന 4 താഴെ pH ഉള്ള 1-2 സോപ്പുകൾ ഉണ്ട്. അത് ഈ ഹെൽത്തി സോപ്പ് എന്ന് എഴുതി വരുന്ന ചില സോപ്പുകൾ, അതിന് ഓർഗാനിക്, പിന്നെ മെഡിക്കലി സർട്ടിഫൈഡ്, അതൊക്കെ 10 മുകളിലാണ്. ഞാൻ നോക്കിയിട്ടുണ്ട്. അത് വളരെ ഡേഞ്ചറാണ്. ഡേഞ്ചർ ഇൻ ദ സെൻസ് നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനെ ബാധിക്കും. എന്താണ് മേജർലി ബാധിക്കുന്നത്? സ്കിന്നിൻ്റെ ഹെൽത്തിനെയാണ്. പെട്ടെന്ന് അലർജിക്ക് ആവുക, പെട്ടെന്ന് ഇച്ചിങ് വരിക, നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവുക, സ്കിന്നിൻ്റെ ഹെൽത്ത് പോകും. ഈ ത്വക്കിൻ്റെ ഒരു ആരോഗ്യമുണ്ട്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്കിന്നിലെ അസിഡിക് നേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് ഈ സ്കിന്നിൻ്റെ അലർജികളോ ഡിസീസൊന്നും വരുന്നില്ല. അല്ലാത്തവർക്കാണ് പെട്ടെന്ന് ഈ സ്കിന്നിൻ്റെ ഇഷ്യൂസ്, ഫംഗൽ ഇൻഫെക്ഷൻസ് അതൊക്കെ പെട്ടെന്ന് വരുന്നത്. ഇപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് ചോദിക്കാം. എൻ്റെ മകന് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ഭയങ്കരമായിട്ട് ഇച്ചിങ് വരും. ബോഡി ബാക്കിൽ തൊടയിലൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇച്ചിങ് വരും. കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇത് ഡ്രൈനസിൻ്റെ ഇഷ്യൂ ആണ്, നിങ്ങളൊരു പെർട്ടിക്കുലർ സോപ്പ് നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താ? ആ പർട്ടിക്കുലർ സോപ്പ് ഉപയോഗിച്ചിട്ട് വ്യത്യാസമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പല സോപ്പുകളും നല്ല ഓഫറുകളൊക്കെ കൊണ്ട് തരാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള ഇഷ്യൂസിൽ നമ്മൾ നോക്കേണ്ടത്, ഇപ്പം മോൻ്റെ ആണെങ്കിൽ ആ ഫുൾ കേസ് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമൽ തിങ്, എങ്ങനെയുണ്ട് അവൻ്റെ ദഹനം, ഡൈജഷൻ എങ്ങനെയുണ്ട് നമ്മൾ പഠിക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെ അവനൊരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കോൺസ്റ്റിപ്പേഷൻ എന്ന് പറഞ്ഞാൽ പല രൂപത്തിലാണ് അത് വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ബാത്റൂമിൽ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കോൺസ്റ്റിപ്പേഷൻ ഇല്ല എന്ന് പറയാൻ സാധ്യമല്ല. സ്കിന്നിൻ്റെ എന്ത് ഇഷ്യൂ ആയാലും, പണ്ട് നിങ്ങളൊക്കെ ഒരു വൈദ്യന്മാരുടെ അടുത്തോ ഡോക്ടർമാരുടെ അടുത്തോ പോകുമ്പോൾ അവർ ആവണക്കെണ്ണ കുടിക്കാൻ ആദ്യം വയറിളക്കിയിട്ടാണ്. ആവണക്കെണ്ണ കുടിക്കുമ്പോൾ ചിലപ്പം ഒരു 90% സ്കിന്നിൻ്റെ ഇഷ്യൂസും കുറയും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇച്ചിങ് കുറയും, ചൊറിച്ചിൽ കുറയും. കാരണം ആ ചൊറിച്ചിലുണ്ടാവാൻ സാഹചര്യം ഉണ്ടാക്കിയ ബാക്ടീരിയനെ ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആവണക്കെണ്ണ കുടിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് സംതിങ് വെരി റിലേറ്റഡ് ടു നിങ്ങളുടെ വയറാണ്, നിങ്ങളുടെ ഡൈജഷനാണ്. സോറിയാസിസ്, വർഷങ്ങളായിട്ടുള്ള സോറിയാസിസ് എന്ന ഇഷ്യൂ ഉണ്ട്. ഓയിൽമെൻറ്റ് തേച്ചും സ്റ്റിറോയിഡ്സ് എടുത്തൊക്കെ മടുത്തിട്ട് നമ്മുടെ അടുത്ത് വരുന്ന പേഷ്യൻസ് ഉണ്ട്. കൃത്യമായ ഡയറ്റ്, വേണ്ട ഫുഡ് സപ്ലിമെൻറ്റ്സ്, ഇത് മാത്രം കൊടുത്താണ് പലപ്പോഴും നമ്മൾ അവരുടെ പൂർണ്ണമായിട്ട് റിവേഴ്സ് ചെയ്യുന്നത്. അതിനർത്ഥം നമ്മളെന്തെങ്കിലും മാജിക്ക് ചെയ്യുന്നു എന്നല്ല കേട്ടോ. അതങ്ങനെ ഒരു തെറ്റിദ്ധാരണയൊന്നും വേണ്ട. മറിച്ച് അവരുടെ ഗട്ട് ഹെൽത്തിനെ നമ്മൾ പ്രോപ്പറാക്കി അവരെ തിരിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവരുടെ വയറിൽ നിന്ന് ഉണ്ടാവുന്ന ഇഷ്യൂസിനെ വയറുകൊണ്ട് തന്നെ പരിഹരിക്കുന്നു. അവരുണ്ടാക്കിയ ഇഷ്യൂസ്. മലയാളിയുടെ ഏറ്റവും വലിയൊരു സ്കിൻ ഡിസീസിൻ്റെ ഏറ്റവും വലിയൊരു മെഡിസിൻ എന്ന് കരുതപ്പെടുന്നത് വെളിച്ചെണ്ണയാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെളിച്ചെണ്ണ എന്തുണ്ടെങ്കിലും
ഉറുമ്പ് മറ്റേ പുഴുവിൻ്റെ കടിച്ചിട്ട് എന്തെങ്കിലും വന്നാലും സ്കിന്നിൽ എന്തെങ്കിലും വന്നാലും ഡ്രൈനെസ് വന്നാലും എണ്ണ തേക്കുക എന്ന് പറഞ്ഞു. ഈ എണ്ണ സഹായിക്കുന്നുണ്ടോ ശരിക്കും? താൽക്കാലികമായിട്ട് നിങ്ങളുടെ പല വിദ്യകളും നിങ്ങൾക്ക് നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുണ്ട്. മഞ്ഞള് നമ്മളിടും, എന്തെങ്കിലും ചൊറിച്ചിൽ വന്നാൽ നമ്മൾ വെളിച്ചെണ്ണ തേക്കും, ആര്യവേപ്പിൻ്റെ ഇല നമ്മൾ അരച്ച് തേക്കും. സോ ഇങ്ങനെയുള്ള കുറേ തുളസി ഇലയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊരു ശമനമോ നിങ്ങൾക്കൊരു സംഭവങ്ങളോ ഉണ്ട്. എൻ്റെ ചോദ്യം എന്തുകൊണ്ടത് വന്നു എന്നുള്ളതാണ്. ശരി, കണ്ണീര് കണ്ണിൽ നിന്ന് വീഴുമ്പോൾ കണ്ണീര് തുടച്ച് കളഞ്ഞോളൂ നിങ്ങൾ. എന്തുകൊണ്ടാണ് കണ്ണീര് വരുന്നത് ചോദ്യമില്ലേ? കണ്ണിൽ കരട് പോയിട്ട് കണ്ണീര് വരുമ്പോൾ കണ്ണീര് തുടച്ച് കളയുക എന്നുള്ളത് സൊല്യൂഷൻ അല്ലല്ലോ. കരടെടുത്ത് കളയുക എന്നുള്ളതല്ലേ സൊല്യൂഷൻ. അപ്പോൾ ആ കണ്ണീര് തുടച്ച് കളയുന്ന പരിപാടിയാണ് ഈ പറഞ്ഞതെല്ലാം. താൽക്കാലികമായ ഓയിൽമെൻറ്റുകൾ, വെളിച്ചെണ്ണ, മഞ്ഞൾ, തുളസി, ആര്യവേപ്പ്, ഇതൊക്കെയാണ്. ഇനി കരടില്ലേ അവിടെ. You have to find out the basic reason why it's happening. സോറിയാസിൻ്റെ ഇഷ്യൂ എന്താണ്? സ്കിന്നിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. എവിടെ നിന്നാണ് ആ ഫംഗൽ ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് ബേസിക് റൂട്ട് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കുമ്പോഴാണ് നമ്മൾ ഈ വയറിളക്കുമ്പോൾ ഈ ചൊറിച്ചിൽ കുറയുന്നത്. എങ്ങനെയാണ് വയറിളക്കുമ്പോൾ ചൊറിച്ചിൽ കുറയുന്നത്? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ മധ്യപ്രദേശുമായിട്ട് ഈ പറഞ്ഞ ഉത്തർപ്രദേശ് കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റേ നിന്ന് പുറത്തു വരാൻ പറ്റുന്നത്. മലയാളിയുടെ സ്കിൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത്, മലയാളിയുടെ അല്ല മനുഷ്യൻ്റെ സ്കിൻ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്തിരിക്കുന്നത് വയറുമായിട്ടാണ്. അപ്പോൾ ഞാനല്ലേ ഗ്ലൂട്ടത്തയാണ് എടുക്കുന്നത്. അത് ചോദിക്കാൻ വരുമായിരുന്നു. മറ്റേ പൊതുവെ ഇപ്പോഴത്തെ ഒരു സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആണ്, സ്റ്റാർ ഇഞ്ചക്ഷനാണ് ഗ്ലൂട്ടാത്തയോൺ. അതെടുത്തു കഴിഞ്ഞാൽ ആഫ്രിക്കക്കാരനും വെളുക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഭീകര കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കെമിക്കൽ ഇഞ്ചക്ട് ചെയ്യുന്നതല്ല. എനിക്ക് ബേസിക്കലി മനസ്സിലാവാത്തത് പ്രബുദ്ധ മലയാളിക്ക് എന്തിനാണ് വെളുപ്പിനോട് ഇത്ര ആക്രാന്തം എനിക്ക് മനസ്സിലായിട്ടില്ല. ബേസിക്കലി വെളുക്കേണ്ടത് എന്തിൻ്റെ അനിവാര്യതയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ റോൾ മോഡലാക്കി വെച്ചിരിക്കുന്ന ഒരു 50 പേരുണ്ടെങ്കിൽ അതിൽ 40 പേരും വെളുത്തവരല്ല, ടു ബി വെരി ഫ്രാങ്ക്. അപ്പോൾ ബാക്കിയുള്ളവരുടെ ആള് അതെ. അപ്പോൾ എന്തിനാണ് എന്നുള്ളത് എൻ്റെ മുൻപ് ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ കാര്യം, ഗ്ലൂട്ടാത്തൈൻ എടുക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് വിരോധമില്ല. അതിനെ ഞാൻ വിരോധപ്പെടുന്നില്ല. കാരണം നമ്മളുടെ ഇന്ന് മനുഷ്യരിൽ ഏതാണ്ട് 70% മേളിലുള്ളവർക്ക്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വരുന്നൊരു ഇഷ്യൂ ആണ് ഫാറ്റി ലിവർ അല്ലെങ്കിൽ തൈറോയിഡ് പോലുള്ള പ്രശ്നം. അതുപോലുള്ള കാര്യങ്ങൾക്ക് ഈ പറഞ്ഞ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് എന്നൊക്കെയാണ് ഗ്ലൂട്ടാത്തയോണിനെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ തൈറോയിഡ് ഹെൽത്തിന്, നമ്മുടെ ലിവറിൻ്റെ ഹെൽത്തിനൊക്കെ ഗ്ലൂട്ടാത്തയോൺ പോസിറ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വേറൊരു എഫക്റ്റാണ് മെലാനിൻ്റെ കണ്ടന്റ് കുറയുകയും നമ്മൾ വെളുക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ വേറൊരു എഫക്റ്റാണ്, ഒരു പ്രൈമറി എഫക്റ്റ് അല്ല. പ്രൈമറി എന്നുള്ളത് വേറെ സൈഡിലാണ്. മനസ്സിലായി. എന്തിനും ഏതിനും വിക്ഷാക്ഷൻ 500 എന്ന് പറഞ്ഞ മരുന്ന് പോലെ ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇതിനു വേണ്ടി വെളുക്കാൻ വേണ്ടിയാണെന്നാണ് പലരും വിചാരിച്ചിട്ടുള്ളത്. ശരിക്കും ഇത് ഫാറ്റി ലിവറിനോ അല്ലെങ്കിൽ ലിവറിന്റെ ഹെൽത്തിനോ തൈറോയിഡ് പോലുള്ള നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങൾക്കും വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു കണ്ടന്റാണ്. ശരിക്കും ഈ ഗ്ലൂട്ടാത്തയോൺ എന്നുള്ളത് നമ്മുടെ ശരീരത്തിലുണ്ട്. അത് വളരെ ചെറിയ കണ്ടന്റാണ്. അപ്പോൾ അതിനെ നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുന്നതോ മരുന്ന് കഴിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിന് കുറെ ഗുണമുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് എല്ലാവർക്കും ഒരുപോലെ ഓക്കെ ആവണമെന്നില്ല. ചിലർക്ക് അത് അലർജിക്കാണ്, ചിലർക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ സാധ്യമല്ല, ചിലർക്ക് അത് വളരെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്ത കേസുകളുണ്ട്. സോ വെളുക്കാൻ വേണ്ടി നിങ്ങൾ ഗ്ലൂട്ടാത്തയോണിൻ്റെ പുറകെ പോകരുത്. പിന്നെ വെളുക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വെളുക്കുക എന്നുള്ളത് ഒരു എന്തിനാണ് ഈ ഫോക്കസ്? ഇപ്പം ഞാൻ US യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ മോഡലുകൾ, അവിടുത്തെ ഫ്ലെക്സ് ബോർഡുകളിലൊന്നും വെളുത്ത ആൾക്കാരില്ല. അത് എസ്പെഷ്യലി മലയാളിയുടെ പ്രശ്നമാണ്. നമ്മള് ഈ വെളുക്കുക മാത്രമല്ല, ഇപ്പൊ ഗ്ലോ, ഇപ്പൊ പുതിയ വെളുക്കല്ലോ, ഇപ്പൊ ഗ്ലോ തിളങ്ങുകയും വേണം. വെളുത്താൽ മാത്രം പോരാ, തിളങ്ങണം. നിങ്ങൾ ആ നടനെ പോലെ നോക്കൂ, ആ നടന്റെ തിളക്കം കണ്ടില്ലേ പണ്ടത്തേത്? എങ്ങനെയാണല്ലോ ഇപ്പൊ. അതെ അല്ല, ഇതിനകത്ത് ഇതൊരു ആഫ്റ്റർ ഓൾ ഇതൊരു മാർക്കറ്റാണ്, ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ എന്നോട് ഒരു ഫേമസ് സിനിമ നടി എന്നോട് ചോദിച്ചാണ്, ഡോക്ടർ നമ്മളോട് ഗ്ലൂട്ടാത്തയോൺ ഉണ്ടോ? ഗ്ലൂട്ടാത്തയോൺ ഉണ്ട്.
അത് എനിക്കെടുക്കണം. ഞാൻ എന്തിനാ, അല്ല മറ്റേ നടി എടുത്തിട്ട് അവൾക്ക് 2 പടം കൂടെ കിട്ടി. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു മാനദണ്ഡമായി മാറുന്നുണ്ട്. സിനിമ കിട്ടുന്നതിൻ്റെ, നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ പ്രൈമറി പർപ്പസ് അതല്ല. അതെടുക്കുന്നതിനോട് പേഴ്സണലി വിരോധമില്ല. കാരണം വെളുക്കുന്നതിനപ്പുറം, നിങ്ങളുടെ സ്കിന്നിൽ ഗ്ലോയ്ക്കപ്പുറം യു ഹാവ് അനദർ ബെനിഫിറ്റ്സ് ഫ്രം ദാറ്റ്. അതിന് അപ്പം സൈഡ് എഫക്ട്സ് ഉണ്ടോ? ഒരു പരിധി വരെ ഇല്ല കേട്ടോ. ഇല്ല, ചിലർക്ക് അലർജിക് ആണ് എന്നുള്ളതേ ഉള്ളൂ. അത് നമുക്ക് ഓരോ മരുന്നിന് ഓവർ ഡോസേജ് ഉണ്ടാവരുത്. അതൊരു ആരും ഓവർ ഡോസേജ് ഒന്നും കൊടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല. അത് വളരെ നോർമലായിട്ടാണ് ഇപ്പം എല്ലാവരും കൊടുക്കുന്നത്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പൊ ലിവറിന്റെ പ്രശ്നമുള്ളവർക്ക് അങ്ങനെയുള്ളവർക്ക്, ഇപ്പൊ ലിവറിന്റെ പ്രശ്നം ഇല്ലാത്തവർ ഇപ്പൊ ഇത് കഴിച്ചു വെച്ചാൽ ആ ചേഞ്ചസ് അറിയാൻ പറ്റും? ഇല്ല, ലിവറിന്റെ പ്രശ്നം ഇല്ലാത്തവർക്ക് ഇതൊരു നല്ല എഫക്റ്റ് ആണ്. തൈറോയിഡിന്റെ ഇഷ്യൂസിന്, പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. ഞാൻ പറഞ്ഞ ചിലർക്ക് ഇത് അലർജിയാണ്, ചിലർക്കിത് റോങ് ആയിട്ട് വരാം. അതുകൊണ്ട് എല്ലാവർക്കും പോയി നാളെ മുതൽ നിങ്ങൾ ഗ്ലൂട്ടാതയോൺ എടുത്തോളൂ എന്നൊരു ആഹ്വാനം നമ്മൾ നടത്താൻ പാടില്ല. പക്ഷേ ഭൂരിഭാഗം ആളുകൾക്കും ഇതൊരു നെഗറ്റീവ് ഇല്ല. വളരെ നല്ല രീതിയിലാണത് ഇത് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്നത് പക്ഷേ വേറെ രീതിയിലാണ്. നമ്മൾ വിചാരിക്കുന്നത് വെളുക്കാൻ വേണ്ടിയാണെങ്കിലും അത് ശരിക്കും നടക്കുന്നത് ലിവറിനും തൈറോയിഡിനും ഹെൽപ്പ് ചെയ്തിട്ട് മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് നമ്മൾ വെളുക്കുന്നത്. അപ്പം മെലാനിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിൽ എന്താണ് ലെവലിലെ പ്രശ്നമില്ല, അത്രയൊന്നും കുറയുന്നുമില്ല. ഇല്ല. അപ്പോൾ ഇവിടുത്തെ പല സിനിമാ നടന്മാരും ഒക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യും. ഞാൻ നല്ലതാണ്, കാരണം മിക്ക സിനിമാ നടന്മാരുടെയും ലിവറിന്റെ അവസ്ഥ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഇവരൊക്കെ എടുത്തോട്ടെ, നടിമാരും നടന്മാരൊക്കെ എടുത്തോട്ടെ. പക്ഷെ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. അത് സ്വയം ചികിത്സയാകരുത്. നമ്മളിപ്പം പലതും ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഗ്ലൂട്ടാതയോൺ മേടിച്ചിട്ട് നമുക്ക് അറിയാവുന്ന ഒരു നഴ്സിനെ കൊണ്ട് ഇഞ്ചെക്ട് ചെയ്യിപ്പിക്കും. വളരെ റോങ് ആണ്, വളരെ റോങ്. ടാബ്ലറ്റ് ഉണ്ട്, ഇപ്പൊ ഒരുപാട് നമ്മള് അതൊക്കെ ഈ ചില ടാബ്ലറ്റ് ഒക്കെ ഞാൻ കാണുന്നു മറ്റേ വെള്ളത്തിലിട്ടിട്ട് അതിൽ നോക്കിയാൽ മതി ഷുഗർ കണ്ടന്റ് ഒക്കെ. ഞാൻ അതൊക്കെ നോക്കിയിട്ടുള്ള. യു ഷുഡ് സ്റ്റഡി ബേസിക്കലി. പിന്നെ ഗ്ലൂട്ടാതയോൺ ഒരിക്കലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ടേഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റുന്ന സാധനമല്ല. അതൊരു നേഴ്സിനെ കൊണ്ടുവന്നിട്ട് എന്നാൽ നീ എനിക്ക് ഇന്നിവിടെ കുത്തിക്കോ എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതൊക്കെ തെറ്റായ പ്രവണതകളാണ്. ഗ്ലൂട്ടാതയോൺ എടുക്കുന്നതിന് വിരോധമില്ല, പക്ഷേ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് വേണ്ടതാണെന്ന് ഉറപ്പുള്ള സമയത്ത് മാത്രമാണ് ഗ്ലൂട്ടാതയോൺ. ഇപ്പം പല റീലുകളിലും കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ സ്കിൻ കെയറിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കേണ്ട ഏറ്റവും വലിയ കാര്യം സൺസ്ക്രീൻ ലോഷൻസ് ആണ്. നിങ്ങൾ വെളിയിലിറങ്ങിയാൽ സൺസ്ക്രീൻ ലോഷൻ മാത്രം തേച്ചിട്ട് ഇറങ്ങിയാൽ മതി, നിങ്ങളുടെ സ്കിൻ എപ്പോഴും നല്ലതായിരിക്കും. അതിനോട് എത്രമാത്രം യോജിക്കുന്നുണ്ട്? സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിൻ്റെയും pH വാല്യൂ നോക്കുക, അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടംപോലെ സംവിധാനങ്ങളുണ്ടല്ലോ, ആ സംവിധാനങ്ങൾ വെച്ച് അതിൻ്റെ കണ്ടന്റ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമുക്കറിയാവുന്ന പോലെ എപ്പോഴും സൺറൈസ് കൊള്ളുന്നതും നമ്മുടെ അത്ര ഹെൽത്തിന് നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതിന് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല. പക്ഷേ അതിൻ്റെയൊക്കെ വാല്യൂ വളരെ പ്രധാനപ്പെട്ട, നമ്മൾ നേരത്തെ പറഞ്ഞ pH വാല്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കണം. സ്കിന്നിനെ എപ്പോഴും അസിഡിക് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബേസിക്കലി ഇതാണ് കൺസെപ്റ്റ്. അതിന് ബേസിക് നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് ഈ പറഞ്ഞ നാച്ചുറലായിട്ടുള്ള ഈ പറഞ്ഞ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന പയറുപൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതായിരുന്നു. നമ്മളൊരു സമയത്ത് ഉപയോഗിച്ച പയറുപൊടിയായിരുന്നു. ആ പയറുപൊടി സ്കിന്നിൻ്റെ അസിഡിക് നേച്ചർ വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ അതിന് പ്രാക്ടിക്കലി ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു ബാത്റൂമിൽ നമ്മുടെ ബ്ലോക്ക് ആവും പയറുപൊടി ഉപയോഗിച്ചാൽ. നമ്മൾ പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങളോട് പറയാനുള്ള, നമ്മൾ പറമ്പിലല്ല ഇപ്പോൾ കുളിക്കുന്നത്, കുളത്തിലല്ല കുളിക്കുന്നത്, ആറ്റിലല്ല കുളിക്കുക. അപ്പം അതിന് പ്രാക്ടിക്കലി കുറച്ച് പ്രശ്നങ്ങൾ. പക്ഷേ ആ ഉപയോഗിക്കുമ്പോഴൊക്കെ അതിൻ്റെ എന്താണ് കണ്ടന്റ് എന്ന് മനസ്സിലാക്കി അതിൻ്റെ കണ്ടന്റ് നമ്മുടെ സ്കിന്നിൻ്റെ pH അസിഡിക് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് യൂസ്. പിന്നെ പറഞ്ഞില്ലേ, ഇതിനൊക്കെ ഇത് നിങ്ങളുടെ മൂലകാരണം അകത്തിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ക്രീം തേച്ചിട്ടും കാര്യമില്ല. അൺഹെൽത്തി ആയിട്ടല്ല, നിങ്ങൾക്ക് ഹെൽത്തിയർ അല്ലാത്തൊരു ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ എത്ര ഗ്ലൂട്ടാതയോൺ എടുത്തിട്ടും ഒരു കാര്യമില്ല. സൺസ്ക്രീൻ ലോഷൻ ഒരു കാര്യമില്ല. നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫിന്റെ റൊട്ടീൻ കൊണ്ടുപോയി നിങ്ങൾ അൺഹെൽത്തി ആയിട്ടുള്ള ജീവിതശൈലിയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഗ്ലൂട്ടാതയോണോ മറ്റേ pH വാല്യൂ 0 സോപ്പോ pH വാല്യൂ 0 ക്രീമോ ഒന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ശമനമോ താൽക്കാലികമായിട്ടുള്ള നിങ്ങൾക്ക് താൽക്കാലിക റിലീഫോ തരുമായിരിക്കും. ബട്ട് യു വിൽ ബി ഇൻ ട്രബിൾ.